ജിൽസി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. നവകേരള യാത്രയിൽ ഈ ബസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചിലവുണ്ട് ഈ ബസ്സിന്. ആ രീതിയിലുള്ള അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. കൂടാതെ വലിയ ഒരു ആഡംബരമായുള്ളൊരു ബസ്സാണ് ഈ നവകേരള ബസ് എന്ന രീതിയിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരം വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നാണ് പൊതുഗതാഗതത്തിന് വിട്ടുകൊടുത്തതിന് ശേഷമുള്ള നവകേരള ബസിന്റെ ആദ്യ യാത്ര എന്ന് പറയുന്നത്. കോഴിക്കോട് നിന്നും 4 മണിക്ക് ആരംഭിച്ച് ബാംഗ്ലൂരിൽ 11:30 എത്തുന്ന രീതിയിലുള്ള ഒരു സമയക്രമീകരണമാണ് നവകേരള ബസിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ബസിന്റെ യാത്ര തുടങ്ങി വലിയ ആവേശത്തോടു കൂടിയാണ് യാത്രക്കാരൊക്കെ തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് യാത്ര അല്ലെങ്കിൽ ഈ ബസ്സിലേക്ക് കയറിയത്. അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ആ രീതിയിലുള്ളതായിരുന്നു. ഈ സജ്ജീകരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ബസ്സിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ബസ്സിനുള്ളിലുണ്ട്. കൂടാതെ ടോയ്ലറ്റ് അടക്കമുള്ള എല്ലാ സംവിധാനവും ബസ്സിനുള്ളിലുണ്ട്. കൂടാതെ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. സ്വന്തമായി അല്ലെങ്കിൽ വലിയ ആഡംബരം ആണ് എന്ന രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കണ്ട ഒരു പ്രത്യേക കാഴ്ച എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരനായ ഒരാൾക്ക് കയറാൻ വേണ്ടി ബസ്സിലേക്ക് കയറാൻ വേണ്ടി ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എത്രത്തോളം ഗുണകരമാണ് എന്നതാണ്. കാരണം ഒരു ഭിന്നശേഷി യാത്രക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണഗതിയിൽ ബസ്സിലേക്ക് കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ആ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ആയാസമില്ലാതെ തന്നെ അനായാസം ബസ്സിനുള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ നവകേരള ബസ്സിന്റെ യാത്ര അല്പം വൈകിയാണ് ആരംഭിച്ചത്. 4:30 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടത്. ചിലപ്പോൾ ഈ വഴിയിലൊക്കെ തന്നെ താമരശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ നവകേരള ബസ്സിന് സ്വീകരണമടക്കം നാട്ടുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം സമയം വൈകിയായിരിക്കും ആദ്യ ട്രിപ്പ് ബാംഗ്ലൂരിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യാത്ര ഇപ്പോൾ വയനാട് പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ന് വിദ്യാർത്ഥികളൊക്കെ തന്നെ നീറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് വലിയ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഈ നീറ്റ് പരീക്ഷയ്ക്ക് എത്തുന്ന ഈ വലിയ കഠിനമായ ചൂടാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സജ്ജീകരണത്തോടു കൂടി വിദ്യാർത്ഥികളെ സ്കൂളുകളിലും മറ്റും വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഈ 2 വാർത്തകൾ പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് പരിപാടികളൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിലും വടക്കൻ കേരളത്തിലും ഇല്ല എന്നാണ് പറയാനുള്ളത്.